നിങ്ങളുടെ കുട്ടിക്ക് മാത്സിൽ മാർക്ക് കുറവാണോ? അതുകൊണ്ട് കുട്ടിക്ക് ബുദ്ധി കുറവാണ് എന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കാണണം. നമ്മൾ പലപ്പോഴും കുട്ടിയുടെ കഴിവ് അളക്കുന്നത് എന്തുകൊണ്ടാണ്? മാത്സിന് എത്ര മാർക്ക് കിട്ടി? സയൻസിന് എത്ര മാർക്കുണ്ട്? ക്ലാസ് റാങ്ക് എത്രയാണ്? പക്ഷേ കുട്ടിക്ക് പരീക്ഷയിൽ 95% മാർക്ക് കിട്ടാത്തതുകൊണ്ട് അവന് ബുദ്ധിയില്ല, കഴിവില്ല എന്ന് നമുക്ക് പറയാനാകുമോ? കുട്ടി മനോഹരമായി സംസാരിക്കും, മറ്റൊരാൾ മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കും, ഒരാൾ ആളുകളെ നന്നായി മനസ്സിലാക്കും, മറ്റൊരാൾ മെഷീൻ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് വളരെ വേഗം മനസ്സിലാക്കും. എന്നിട്ടും നമ്മൾ എല്ലാവരെയും ഒരേ പരീക്ഷ കൊണ്ട് അളക്കാൻ ശ്രമിക്കുന്നു. ഇവിടെയാണ് ഒരു പ്രധാന ചോദ്യം വരുന്നത്. ഇന്റലിജൻസ് എന്നത് മാർക്ക് മാത്രമാണോ? സൈക്കോളജിസ്റ്റ് ഹൊവാർഡ് ഗാർഡൻ അവതരിപ്പിച്ച മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി പ്രകാരം മനുഷ്യരുടെ കഴിവുകളെ ഒരൊറ്റ IQ സ്കോർ കൊണ്ട് പൂർണ്ണമായി വിവരിക്കാൻ ഒരിക്കലും ആവില്ല. അദ്ദേഹം വ്യത്യസ്ത തരത്തിലുള്ള ഇന്റലിജൻസുകൾ നിർദ്ദേശിച്ചു. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് അഥവാ ഭാഷ, എഴുത്ത്, ആശയവിനിമയം, സംസാരം എന്നിവയിലെ കഴിവ്. ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് അഥവാ ലോജിക്, നമ്പേഴ്സ്, പാറ്റേൺസ്, റീസൺസ്, പ്രോബ്ലം സോൾവിങ്സ് എന്നിവയിലെ കഴിവ്. മൂന്നാമതായി സ്പേഷ്യൽ ഇന്റലിജൻസ്, ചിത്രങ്ങൾ, രൂപങ്ങൾ, സ്ഥലം, ഡിസൈൻ എന്നിവ മനസ്സിലാക്കാനും വിശദീകരിക്കാനുമുള്ള കഴിവ്. ബോഡിലി കൈനസ്തെറ്റിക്സ് ഇന്റലിജൻസ് അഥവാ ശരീര പ്രകടനങ്ങളും കൈകളുടെ കോർഡിനേഷനും ഉപയോഗിച്ച് മികച്ച പ്രകടനങ്ങൾ നടത്താനുള്ള കഴിവ്. അടുത്തത് മ്യൂസിക്കൽ ഇന്റലിജൻസ്, റിതം, സൗണ്ട്, മെലഡി എന്നിവ സൃഷ്ടിക്കാനും തിരിച്ചറിയാനുമുള്ള കഴിവ്. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, മറ്റുള്ളവരുടെ ആശയങ്ങളും വികാരങ്ങളും മനസ്സിലാക്കി അവരുമായി ഫലപ്രദമായി ആശയവിനിമയം നടത്താനുള്ള കഴിവ്. ഏഴാമതായി വരുന്നത് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് അഥവാ സ്വന്തം വികാരങ്ങൾ, ഇമോഷൻസ്, സ്ട്രെങ്ത്, മോട്ടിവേഷൻസ് എന്നിവ തിരിച്ചറിയാനുള്ള കഴിവ്. എട്ടാമത് അഥവാ അവസാനമായി വരുന്നത് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് അഥവാ പ്രകൃതിയും സസ്യങ്ങളും ജീവജാലങ്ങളും പരിസ്ഥിതിയുമായി ഇടപഴകാനും അതിന്റെ പാറ്റേൺസ് മനസ്സിലാക്കാനുമുള്ള കഴിവ്. ഇതുകൊണ്ടാണ് പറയുന്നത്, ഒരു കുട്ടി മാത്സിന് മികവ് തെളിയിച്ചില്ലെങ്കിൽ അതിനർത്ഥം അവന് കഴിവ് കുറഞ്ഞവനാണെന്നല്ല. അവനോട് പറയേണ്ടത് നിന്റെ ശക്തി എവിടെയാണെന്ന് നീ തിരിച്ചറിയാൻ ശ്രമിക്കണം എന്നതാണ്. അതുപോലെ തന്നെ 95% മാർക്ക് മേടിക്കുന്ന കുട്ടിയോട് നിനക്ക് സയൻസ് ആണ് സ്യൂട്ടബിൾ എന്ന് പറയുന്നതിന് പകരം അക്കാഡമിക് പെർഫോമൻസും കരിയർ ഫിറ്റും ഒന്നല്ല എന്ന് മനസ്സിലാക്കണമെന്നാണ് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്നത് ഒരു കുട്ടിയുടെ കരിയർ നേരിട്ട് തീരുമാനിക്കുന്ന സൈക്കോമെട്രിക് ഫോർമുല അല്ല എന്നുള്ള തിരിച്ചറിവാണ്. അതിന് കുട്ടിയുടെ വ്യത്യസ്ത കരിയർ മേഖലകൾ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു അക്കാഡമിക് ഫ്രെയിംവർക്ക് മാത്രമാണ് എന്ന് കാണുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു കരിയർ തീരുമാനിക്കുമ്പോൾ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി, വാല്യൂസ്, സ്കിൽസ്, എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്, ജോബ് മാർക്കറ്റ് എന്നിവ ഒരുമിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. അതിനാൽ എല്ലാ കുട്ടികളും ഒരുപോലെ അല്ല എന്ന് മനസ്സിലാക്കണം. എല്ലാവരെയും ഒരേ സ്കെയിൽ കൊണ്ട് അളക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ കുട്ടിയോട് ഇന്ന് ഒരു ചോദ്യം ചോദിക്കൂ. നിനക്ക് എത്ര മാർക്ക് കിട്ടി എന്നല്ല, നിനക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്നത് എന്താണ് എന്നാണ്. ആ ഒരു ചോദ്യം ഒരുപക്ഷെ കുട്ടിയുടെ കരിയർ ക്ലാരിറ്റിയുടെ തുടക്കമായേക്കാം. ഈ വീഡിയോ ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന മാതാപിതാക്കൾക്കായി ഷെയർ ചെയ്തോളൂ. നമ്മുടെ കുട്ടികളെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാതെ അവരുടെ യുണീക്ക് സ്ട്രെങ്ത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കുകയാണ് പ്രാഥമികമായി ചെയ്യേണ്ടത്. നാളത്തെ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം, പാഷൻ മാത്രം മതിയോ? ആപ്റ്റിറ്റ്യൂഡ്, സ്കിൽ, മാർക്കറ്റ് ഡിമാൻഡ് എന്നിവയ്ക്കും തുല്യ പ്രാധാന്യമില്ലേ? ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്